ഹായ് എവരി വൺ. അപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ 4 ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ അതെല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ, ഡിറ്റർമിൻ ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു ദ കർവ് ഇൻ R2 വിത്ത് പാരാമെട്രിക് ഇക്വേഷൻ x is equal to 2 cos t plus cos 2t plus 1 y equal to 2 sin t plus sin 2t. പിന്നെ at the point with parameter t where t is not a multiple of pi. Next എന്താ, hence determine the equation of tangent to this curve at the points with parametric t equal to pi by 3 t equal to pi by 2. അപ്പോൾ ഫസ്റ്റ് എന്താ കാണാനുള്ളത്, സ്ലോപ്പ് ആണ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. എന്താ ഇക്വേഷൻ ഓഫ് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ, y ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് ഓഫ് ടി. അപ്പോൾ y തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്, ദെൻ y ഡാഷ് ബൈ എക്സ് ഡാഷ് കാണാമല്ലോ, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി, ദാറ്റ് ഈസ് സ്ലോപ്പ്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ദെൻ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് അല്ലേ. ടാൻജന്റിന്റെ ഇക്വേഷൻ കാണണം. ടാൻജന്റിന്റെ ഇക്വേഷൻ കാണാൻ y നോട്ടും എക്സ് നോട്ടും രണ്ട് പോയിന്റ് ആണെങ്കിൽ അല്ലേ, y നോട്ടും എക്സ് നോട്ടും പോയിന്റ് ആണെങ്കിൽ എന്താ ടാൻജന്റിന്റെ ഇക്വേഷൻ, y മൈനസ് y നോട്ട് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ പോയിന്റ് ഏതാ, ഫസ്റ്റ് പോയിന്റ് t ഈക്വൽ ടു പൈ ബൈ 3. അപ്പൊ എങ്ങനെ ടാൻജന്റിന്റെ ഇക്വേഷൻ മാറും, y മൈനസ് y നോട്ട് എന്ന് പറയുന്നത് y ഓഫ് പൈ ബൈ 3 അല്ലേ. അപ്പൊ എങ്ങനെ മാറും, y മൈനസ് y ഓഫ് പൈ ബൈ 3 ഈക്വൽ ടു സ്ലോപ്പ് അറ്റ് പൈ ബൈ 3 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഓഫ് പൈ ബൈ 3. ക്ലിയർ ആണല്ലോ. അപ്പം സ്ലോപ്പും ഇക്വേഷൻ അറിയാം, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ y ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് ഓഫ് ടി അല്ലേ. ഇനി ടാൻജന്റ് കാണാൻ പറഞ്ഞ ഇക്വേഷൻ എന്താ, y മൈനസ് y ഓഫ് ഏതാണോ പോയിന്റ്, ആ പോയിന്റിലുള്ള y വാല്യൂ, ദാറ്റ് ഈസ് y മൈനസ് y നോട്ട് ഈക്വൽ ടു സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. സ്ലോപ്പും ആ പോയിന്റിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പൈ ബൈ 3യിലുള്ള ടാൻജന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ എങ്ങനെ എഴുതും, y മൈനസ് y ഓഫ് പൈ ബൈ 3 ഈക്വൽ ടു y ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് ഓഫ് ടി അറ്റ് പൈ ബൈ 3 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഓഫ് പൈ ബൈ 3. തിരിച്ച് പൈ ബൈ 2 ആകുമ്പോഴോ അതേ ഇക്വേഷൻ തന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കാണണം, സ്ലോപ്പ് കാണണം. എങ്ങനെ കാണും സ്ലോപ്പ്, നമുക്കറിയാം. ഇതൊന്നും എഴുതണമെന്നൊന്നുമില്ല, ഇതൊന്നും എഴുതണ്ട. നിങ്ങൾ ജസ്റ്റ് y ഓഫ് ടിയും എക്സ് ഓഫ് ടിയും എഴുതുക തന്നിരിക്കുന്നത്. എക്സ് ഓഫ് ടി ഈക്വൽ ടു 2 കോസ് ടി പ്ലസ് കോസ് 2t പ്ലസ് 1 ആൻഡ് y ഓഫ് ടി ഈക്വൽ ടു 2 സൈൻ ടി പ്ലസ് സൈൻ 2t. എന്ത് കാണണം, എക്സ് ഡാഷ് ഓഫ് ടി കാണണം, ഡെറിവേറ്റീവ് കാണണം, ഡി എക്സ് ബൈ ഡി ടി, ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം, ദെൻ y ഡാഷ് ഓഫ് ടി കാണണം. എക്സ് ഡാഷ് ഓഫ് ടിയും y ഡാഷ് ഓഫ് ടിയും എഴുതി. ഇനി എന്താ സ്ലോപ്പിന്റെ ഇക്വേഷൻ, ഹെൻസ് ദ സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് ദിസ് പോയിന്റ് ഈസ് y dash of t divided by x dash of t, that is 2 cos t plus 2 cos 2t divided by minus 2 sin t minus 2 sin 2t. 2 outside എടുക്കുമ്പോൾ എന്ത് കിട്ടും, minus of cos 2t plus cos t plus cos 2t divided by sin t plus sin 2t. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, സ്ലോപ്പ് ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് ഇക്വേഷനായി സ്ലോപ്പിന്റെ. ഇനി എന്താ കാണേണ്ടുള്ളത്, ഇനി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ കർവ് t ഈക്വൽ ടു പൈ ബൈ 3. ഞാൻ നേരത്തെ പറഞ്ഞു t ഈക്വൽ ടു പൈ ബൈ 3 ഇക്വേഷൻ എന്താ, y മൈനസ് y ഓഫ് പൈ ബൈ 3 ഇൻറ്റു സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഓഫ് പൈ ബൈ 3. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ലോപ്പ് അങ്ങ് കാണാമല്ലോ. അതായത് y ഡാഷ് ഓഫ് ടി ബൈ എക്സ് ഡാഷ് ഓഫ് ടി അറ്റ് t ഈക്വൽ ടു പൈ ബൈ 3യിലുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് y ഡാഷ് ഓഫ് ടി ബൈ എക്സ് ഡാഷ് ഓഫ് ടി അറ്റ് പൈ ബൈ 3 ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ ടിക്ക് പകരം പൈ ബൈ 3 കൊടുക്കുക. ഇവിടെ എല്ലാം ടിക്ക് പകരം പൈ ബൈ 3 കൊടുക്കും. എന്താണ് ഇങ്ങനെ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ 0 ആയി. അപ്പൊ സ്ലോപ്പ് 0 ആയി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ മാറുന്നത് എങ്ങനെയാ, സ്ലോപ്പ് 0 ആയി. ദെൻ y മൈനസ് y ഓഫ് 3 ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഓഫ് പൈ ബൈ 3. ദെൻ 0 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഓഫ് പൈ ബൈ 3 എന്ന് വെച്ചാൽ എന്താ, അത് മൊത്തത്തിൽ 0 ആയി പോയി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും, y മൈനസ് y ഓഫ് പൈ ബൈ 3 ഈക്വൽ ടു 0 ആയി അല്ലേ. ദാറ്റ് ഈസ് y മൈനസ് y ഓഫ് പൈ ബൈ 3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് y ഈക്വൽ ടു y ഓഫ് പൈ ബൈ 3 എന്നാകും. മനസ്സിലായോ, ടാൻജന്റിന്റെ ഇക്വേഷൻ എങ്ങനെ മാറും, y ഈക്വൽ ടു y ഓഫ് പൈ ബൈ 3. അപ്പൊ നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, y ഓഫ് പൈ ബൈ 3 കണ്ടുപിടിക്കണം അല്ലേ. y ഓഫ് ടി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ദെൻ y ഓഫ് ടി ഉണ്ട്. y ഓഫ് പൈ ബൈ 3 എന്ന് പറയുന്നത് ടിക്കൊക്കെ പൈ ബൈ 3 കൊടുക്കുക. അപ്പൊ എന്തായി മാറും, y ഓഫ് പൈ ബൈ 3 ഈക്വൽ ടു 2 സൈൻ പൈ ബൈ 3 പ്ലസ് സൈൻ 2 പൈ ബൈ 3. അപ്പൊ എന്ത് കിട്ടും, 2 ഇൻറ്റു √3 ബൈ 2 പ്ലസ് √3 ബൈ 2.
ദാറ്റ് ഈസ് 3/2 √3 മൾട്ടിപ്ലൈ അറിയാമല്ലോ. ദെൻ അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഇതേപോലെ കിട്ടി. therefore it follows that ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദെൻ 2 ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് ഇതിനെ ഒരുമിച്ച് എഴുതാം. 2 √3 പ്ലസ് √3. അപ്പോൾ അതിൽ നിന്ന് √3 കോമൺ എടുക്കുമ്പോൾ 2 + 1 കിട്ടും. ദാറ്റ് ഈസ് 3 √3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ y of π/3 is 3/2 √3. അപ്പോൾ എങ്ങനെ മാറും ഇക്വേഷൻ? y minus y of π/3 3/2 √3. that is y minus 3 √3/2 equal to 0. അതായത് y equal to 3/2 √3 is the equation of the tangent at t equal to π/3. okay. ഇനി നെക്സ്റ്റ് എന്താ കാണണം? at t equal to π/2 ലുള്ളത് കാണണം. സെയിം പ്രൊസീജിയർ π/2 കാണാൻ ഫസ്റ്റ് എന്ത് കാണണം? ആദ്യം സ്ലോപ്പ് അറ്റ് π/2 കാണണം. അപ്പോൾ സ്ലോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതിനകത്ത് ടീക്കെല്ലാം എന്ത് കൊടുക്കുക? π/2 കൊടുക്കുക. അപ്പോൾ ടീക്കെല്ലാം π/2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സ്ലോപ്പ് 1 കിട്ടും. അപ്പം സ്ലോപ്പ് 1 കിട്ടി. ഇനി എന്ത് കാണണം? y of π/2 കാണണം, x of π/2. ദാറ്റ് ഈസ് x of π/2 ആണ് x0, y of π/2 നെ y0 എന്ന് വിളിക്കാം. then x of π/2 equal to x of t-യിൽ tക്ക് പകരം എന്ത് കൊടുക്കുക? π/2 കൊടുക്കുക. then 0 കിട്ടി. അതേപോലെ y of t-യിൽ tക്ക് പകരം π/2 കൊടുക്കുമ്പോൾ y of π/2 കിട്ടും. then അത് is equal to 2 കിട്ടി അല്ലേ? therefore it follows that the equation of the tangent at the point t equal to π/2 is y minus y of π/2, that is 2. that is y minus 2 equal to slope at π/2, that is 1 into x minus x of π/2 equal to 0. that is y minus 2 equal to 1 into x minus 0. that is y equal to x plus 2 is the equation of the tangent at the point t equal to π/2. okay. ഇനി നെക്സ്റ്റ് എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബ്ലം നമ്പർ 2 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി പ്രോബ്ലം നമ്പർ 3 എന്താ പറയുന്നത്? നെക്സ്റ്റ് prove that the equation of the tangent at the point x1 y1 to the rectangular hyperbola xy equal to 1 is 1/2. അയ്യോ, ഇക്വേഷൻ നമ്പർ 1 ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇക്വേഷൻ നമ്പർ 2 പറയണ്ടേ? അപ്പം എന്താ ഇക്വേഷൻ നമ്പർ 2 പറയുന്നത്? അല്ല, പ്രോബ്ലം നമ്പർ 2 പറയുന്നത് determine the equation of the tangent at a point P with parameter t on the rectangular hyperbola with parametric equation x is equal to t and xy equal to 1/2. അപ്പോൾ ഇതും സെയിം തന്നെ. എന്ത് കണ്ടുപിടിക്കുക? ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിന് പാരാമെട്രിക് പോയിന്റ്സ് x is equal to t, y equal to 1/2. അതായത് x0 tയും y0 1/2. ടാൻജന്റിന്റെ ഇക്വേഷനകത്ത് x0 tയും y0 1/2. ഇവിടെ പോയിന്റ് തരുന്നതിന് പകരം പാരാമെട്രിക് ഇക്വേഷൻ തന്നു. ദാറ്റ് ഈസ് y minus y0 into slope into x minus x0. ഓക്കെ. അതിനുശേഷം എന്താ പറഞ്ഞേക്കുന്നത്? hence determine the equation of two tangent to the rectangular hyperbola. അതായത് ആ ടാൻജന്റിന്റെ ഇക്വേഷനകത്ത് 1 - 1 കൊടുക്കുമ്പോൾ നമുക്ക് 2 ടാൻജന്റ് കിട്ടും. അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം പ്രോബ്ലം നമ്പർ 2. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടാൻജന്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടാൻജന്റിന്റെ ഇക്വേഷൻ കാണണം അല്ലേ? അപ്പൊ ടാൻജന്റിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് എക്സും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. ദെൻ എക്സ് ഇസ് ഇക്വൽ ടു ടിയും വൈ ഇസ് ഇക്വൽ ടു 1/t ആണ്. സ്ലോപ്പ് ഫസ്റ്റ് ടാൻജന്റ് കാണാൻ ഫസ്റ്റ് എന്ത് കാണണം? സ്ലോപ്പ് കാണണമല്ലോ. ദെൻ സ്ലോപ്പ് കാണാം. y dash of t divided by x dash of t. y dash of t is minus 1/t square. x dash of t is 1. Then y dash of x dash of t equal to എന്ത് കിട്ടും? minus 1/t square. Then എന്താ equation of the tangent at the point P? P എന്താ? P എന്ന് പറയുന്നത് നമ്മുടെ ആ ഇക്വേഷൻസ് അല്ലേ? അതായത് P എന്ന് പറയുന്നത് t 1/t അല്ലേ? പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. x is equal to tയും x is equal to 1/t എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ എങ്ങനെ മാറും? y minus y0 എന്ന് വെച്ചാൽ എന്താ? 1/t. y minus 1/t is equal to slope minus 1/t square into x minus x0. x0 is t അല്ലേ? Therefore, y minus 1/t equal to minus 1/t square into x minus t. That is y equal to adjust ചെയ്ത് എഴുതുമ്പോൾ y equal to minus x/t square plus 2/t. Okay. അപ്പോൾ അത് കിട്ടി. ഇനി എന്താ അടുത്ത പറയുന്നത്? ടാൻജന്റിന്റെ 2 ടാൻജന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. എവിടെയാ? ആ ഹൈപ്പർബോളയുടെ പോയിന്റ്സ് 1ഉം -1ഉം ആകുമ്പോൾ അല്ലേ? അപ്പം 1ഉം -1ഉം ആകുമ്പോൾ എന്താ പറയുന്നത്? y equal to ലൈൻ വിത്ത് ആ ലൈനിലെ ഇക്വേഷൻ y equal to minus x/t square plus 2/t passes through the point 1 - 1 ആണ്. എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്?
എക്സിന് 1ഉം വൈക്ക് എന്തും കൊടുക്കുക -1 കൊടുക്കുക. ഈ കിട്ടിയ ഇക്വേഷനകത്ത് എക്സിന് 1ഉം വൈക്ക് -1ഉം കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? then -1 is equal to 1 by t square plus 2 by t. then cross multiplication ഒക്കെ ചെയ്തിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടും? t square plus 2t minus 1 is equal to 0. then t square plus 2t minus 1 is equal to 0. this is the quadratic equation. എങ്ങനെ സൊല്യൂഷൻ കാണും? -b ax square plus bx plus c ആണെങ്കിൽ സൊല്യൂഷൻ കാണാൻ അറിയാലോ. -b plus or minus root of b square minus 4ac by 2a. അല്ലെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കിയാലും മതി. അപ്പം ടിയുടെ വാല്യൂസ് എന്തൊക്കെ കിട്ടി? ടി ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് √2 കിട്ടി ഇല്ലേ? -1 പ്ലസ് ഓർ മൈനസ് √2 കിട്ടി. ദെൻ അപ്പം നമുക്ക് ടിയുടെ വാല്യൂ 2 എണ്ണം കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ, ഫസ്റ്റിൽ കിട്ടിയ ഇക്വേഷൻ, ഈ ഇക്വേഷനകത്ത് ടിക്ക് ഫസ്റ്റ് -1 പ്ലസ് √2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ടാൻജന്റിന്റെ ഇക്വേഷൻ കിട്ടും. ഇനി എന്താ? ടി ഈക്വൽ ടു -1 മൈനസ് √2 എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? വേറൊരു ഇക്വേഷൻ കിട്ടും. therefore 2 ഇക്വേഷൻ കിട്ടിയില്ലേ ടാൻജന്റിന്റെ? ക്ലിയർ ആണല്ലോ ഈ പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ് നോട്ടും വൈ നോട്ടും തന്നിരിക്കുന്ന പോയിന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ 1 - 1ൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് എടുത്തു. അതായത് എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു -1ഉം കൊടുത്തു. ദെൻ സോൾവ് ചെയ്തപ്പോൾ ടിക്ക് 2 വാല്യൂ കിട്ടി. ഇനി ഈ ടിയുടെ വാല്യൂ ഫസ്റ്റ് ആ ടാൻജന്റിന്റെ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്തു. ടി വരുന്നിടത്തെല്ലാം -√2, അതായത് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന -1 പ്ലസ് √2 ആണ്. അതിനെ തിരിച്ചെഴുതുമ്പോൾ √2 -1. അപ്പോൾ √2 -1 ഇട്ട് കൊടുത്തു. ദെൻ സോൾവ് ചെയ്തപ്പോൾ ഇക്വേഷൻ കിട്ടി അല്ലേ? ഇനി അതേപോലെ എന്ത് ചെയ്യുക? ടി ഈസ് ഇക്വൽ ടു -1 മൈനസ് √2 ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ദെൻ അഗെയിൻ അടുത്തൊരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നമ്പർ 2 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ? പ്രോബ്ലം നമ്പർ 3. അപ്പോൾ പ്രോബ്ലം നമ്പർ 3 നോക്കാം നമുക്ക്. പ്രോബ്ലം നമ്പർ 3യുടെ ക്വസ്റ്റ്യൻ, പ്രോബ്ലം നമ്പർ 4. ഓക്കെ, പ്രോബ്ലം നമ്പർ 3. പ്രോബ്ലം നമ്പർ 3 പറയുന്നത് prove that the equation of the tangent at the point x1 y1 to the rectangular hyperbola xy equal to 1 is 1/2 into xy1 plus x1y equal to 1. അതായത് prove that tangent rectangular hyperbola xy equal to 1 എന്ന് പറയുന്ന rectangular hyperbola'യുടെ x1 y1 എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്? 1/2 into xy1 plus x1y equal to 1 ആണെന്ന്. നമുക്ക് അല്ലാതെ ജനറൽ ഇക്വേഷൻ അറിയാം. ഹൈപ്പർബോള അല്ല, ഏതായാലും തന്നാൽ ജനറൽ x1 y1 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇക്വേഷൻ എന്താ? x1 y1 ആണ് പോയിന്റ് എങ്കിൽ ടാൻജന്റിന്റെ ഇക്വേഷൻ y minus y1 equal to slope at that point into x minus x1 ആണ്. അപ്പം ഇത് ജനറൽ ആയിട്ട് എഴുതിയേക്കുന്ന 1/2 into xy1 plus x1y equal to 1 ആണെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്ന്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമുക്കറിയാം സ്ലോപ്പ് കണ്ടുപിടിക്കണം. ദെൻ ദ റെക്ടാങ്കുലർ ഹൈപ്പർബോള xy is equal to 1 ആണ്. അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടേത് x is equal to t യും y is equal to 1/2 ആണെന്ന്. ദെൻ y dash by x dash equal to -1/t square. ഇനി ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് x1 y1 എന്ന് പറയുന്ന ഒരു ടാൻജന്റ്, x1 y1 എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ്, അവിടുത്തെ സ്ലോപ്പിന്റെ ഇക്വേഷൻ നമുക്ക് -y1/x1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചത് y dash by x dash of t ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പം ഈ ഇക്വേഷനും കൂടെ ഓർത്ത് വെച്ചേക്കുക. സ്ലോപ്പിന്റെ ഇക്വേഷൻ -y1/x1. അപ്പം നമുക്ക് y dash by x dash of t ക്ക് പകരം എന്ത് കൊടുക്കാം? -y1/x1 ആണ് സ്ലോപ്പ്. അത് അറ്റ് ഈ പോയിന്റിലുള്ള, ഇപ്പം ഈ പോയിന്റിലുള്ള സ്ലോപ്പ് -y1/x1 ആണ് നമ്മൾ ജനറൽ ആയിട്ട് എടുത്തു. അപ്പോൾ അതും ഒരു ഇക്വേഷൻ ആണ്, -y1/x1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് അറ്റ് x1 y1ലെ ടാൻജന്റ് y minus y1 equal to slope at x1 y1, that is അത് -y1/x1 into x minus x1. ഇതെന്ത് ചെയ്യുക? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ത്രൂ ഔട്ട് x1 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? x1y minus x1y1 equal to -xy1 plus x1y1. ഈ -xy1 LHS കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? x1y plus xy1 equal to ഈ ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് കിട്ടും? 2xy1, that is equal to 2.
അപ്പോൾ ഇതിനെ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതെന്ത് കിട്ടും? 1/2 ഇൻറ്റു x1y പ്ലസ് x y1